iFlow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ വിശേഷ അവസരങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ തയ്യാറാക്കുന്ന കാര്യങ്ങൾ എന്താണ്? വെജിറ്റേറിയൻ ആണെങ്കിൽ കൂടുതലായിട്ട് നമ്മളൊരു സദ്യയായിരിക്കും തയ്യാറാക്കുക. അപ്പോൾ വിശേഷ അവസരങ്ങളിൽ ഒരു സദ്യ എന്ന് പറഞ്ഞാൽ ഒരു പിറന്നാൾ വന്നാലോ അല്ലെങ്കിൽ ഓണം അങ്ങനെയുള്ള വിഷു ഒക്കെ ആണെങ്കിൽ സദ്യ ഒരു മസ്റ്റാണ്. അല്ലാതെ ആണെങ്കിലും നമ്മളൊരു വിരുന്ന് ആൾക്കാരെ വിളിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് ഒരു പുതിയതായിട്ട് കല്യാണം കഴിച്ച ആൾക്കാരെ വിരുന്ന് വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ ജന്മദിനം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വെജിറ്റേറിയൻ ആയിട്ട് ഒരു കാര്യം കൊടുക്കണമെന്ന് തോന്നുമ്പോൾ സദ്യ നമ്മളുടെ പ്രയോറിറ്റിയാണ്. ഒരു ഫസ്റ്റ് നമ്മൾ ആലോചിക്കുന്നത് സദ്യയാണ്. പിന്നെ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളുടെ കാര്യം വരികയാണെങ്കിൽ ഓക്കെ, ചോറ്, കുറേ കാര്യങ്ങൾ, ഫ്രൈഡ് റൈസ്, സൈഡ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കാം. എങ്കിലും ഒരു വീട്ടമ്മയ്ക്ക് ഏറ്റവും എളുപ്പം എന്താണ്? ഒരു ബിരിയാണി തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു ബിരിയാണി തയ്യാറാക്കിയാൽ പിന്നെ ഒരുപാട് കറിയൊന്നും വേണ്ടല്ലോ. ബിരിയാണിയുടെ കൂടെ അതിൻ്റെ കൂടെ ഒരു എന്താ പറയുക, ഒരു സാലഡ്, പിക്കിൾ, പപ്പട്സ് മാത്രം ധാരാളം മതിയോ. പിന്നെ കുറച്ചുകൂടി ഒരു കൊഴുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലും ഒരു സൈഡായിട്ട് വയ്ക്കാം. അപ്പോൾ ബിരിയാണി നമ്മളുടെ ഒരു പ്രധാന ആഹാരമാണ്. അപ്പോൾ കേരളത്തിലെ ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബിരിയാണി. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചാൽ വ്യത്യസ്തമായ പലതരം ബിരിയാണികൾ സ്വാദ് നോക്കാനും സാധിക്കും. വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. ചേരുവകളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, ഏകദേശം ഒരുപോലെയാണ്. എങ്കിലും സ്വാദിൻ്റെ കാര്യം വരുമ്പോൾ വളരെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ എത്ര ബിരിയാണി ഉണ്ടാക്കിയാലും നമുക്ക് മതിയാവാറില്ല. അപ്പോൾ മാജിക് അവനിൽ നമ്മൾ ഒരുപാട് ബിരിയാണികൾ പരീക്ഷിച്ചു കഴിഞ്ഞു. എങ്കിലും നമ്മൾ പുതിയ ഒരു ബിരിയാണി വീണ്ടും തയ്യാറാക്കുന്നു. ഇത് കൊഞ്ച് ബിരിയാണിയാണ്, പ്രോൺ ബിരിയാണി. അപ്പോൾ കൊഞ്ച് കൊണ്ട് നല്ല സ്വാദിഷ്ടമായ ബിരിയാണി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു. ഇത് ബസ്മതി റൈസിലല്ല ചെയ്യുന്നത്, നമ്മളിത് കൈമ അരിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൈമ അരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കൈമ അരിയിൽ തന്നെ നമുക്ക് കൊഞ്ച് ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളുടെ കൊഞ്ച് ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊഞ്ച് 1 കിലോ കഴുകി വൃത്തിയാക്കി തല വേറെ മാറ്റി വയ്ക്കുക. കൈമ അരി 3 കപ്പ്, സവാള 5 എണ്ണം നീളത്തിലരിഞ്ഞത്, ചെറിയ ഉള്ളി 15 എണ്ണം നീളത്തിലരിഞ്ഞത്, പച്ചമുളക് 12 എണ്ണം ചതച്ചത്, ഇഞ്ചി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ 3 എണ്ണം നീളത്തിലരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൊടി 1 ടീസ്പൂൺ, ചെറുനാരങ്ങ 2 വലുതിൻ്റെ നീര് ഏകദേശം 4 ടേബിൾ സ്പൂൺ, സാജീരകം 1 ടീസ്പൂൺ. കഴുകി വൃത്തിയാക്കിയ കൊഞ്ചിൻ്റെ തല 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റോക്ക് തയ്യാറാക്കിയെടുത്തത് 1 കപ്പ്, വെള്ളം 1/2 കപ്പ്, നെയ്യ് 3 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1/2 കപ്പ്, മല്ലിയില അരിഞ്ഞത് 1 കപ്പ്, പുതിനയില 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. അങ്ങനെ നമ്മുടെ കൊഞ്ച് ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കൊഞ്ചൊക്കെ ചേർത്ത് ചെയ്യുകയാണ്. ഇത് 1 കിലോ കൊഞ്ചുണ്ട്. അതിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് തലയുടെ ഭാഗം മാത്രം എടുത്തിട്ട് തോടൊക്കെ മാറ്റിയിട്ട് കൊഞ്ചിനെ സെപ്പറേറ്റ് ചെയ്യുക. തലഭാഗം എടുത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ട് അതിൽ കുറച്ച് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് അതിനെ 1 കപ്പാക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക്, പ്രോൺസിൻ്റെ സ്റ്റോക്ക് കിട്ടും. ആ സ്റ്റോക്ക് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമാണ്. ആ ഒരു പ്രോൺ അല്ലെങ്കിൽ കൊഞ്ചിൻ്റെ ഒരു ഫ്ലേവർ വരാൻ അത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ സ്റ്റോക്കും ആദ്യമേ തന്നെ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ സ്റ്റോക്ക് റെഡിയാണ്. കൊഞ്ച് ക്ലീൻ ചെയ്തതും റെഡിയാക്കി വയ്ക്കുക. ഇത് ചില വലിപ്പമുള്ള കൊഞ്ച് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന്. ആദ്യം നമ്മൾ എന്താ, പക്ഷേ ആ മസാല ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു മാറിനേഷനാകാം. അപ്പോൾ കൊഞ്ചിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെന്താ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, പിരിയൻ മുളക് പൊടി ആകാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തരിതരിപ്പായി പൊടിച്ച കുരുമുളക്, ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർത്തു. ഇനി എന്താ വേണ്ടത്? ഒരല്പം നാരങ്ങാനീരും കൂടി ഒഴിക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ നാരങ്ങാനീരുണ്ട്. 2 വലിയ നാരങ്ങ, ചെറു നാരങ്ങയുടെ 2 വലിപ്പമുള്ള നാരങ്ങയിൽ നിന്നെടുത്ത് നാരങ്ങാനീര്, അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ നമുക്ക് ഈ മാറിനേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിനെ പുരട്ടി വയ്ക്കാം. കൊഞ്ചിൽ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. മസാലയെല്ലാം നന്നായിട്ട് കൊഞ്ചിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുന്ന രീതിയിൽ ചെയ്യാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ ഏറ്റവും നല്ലത്. നമുക്ക് അടുപ്പ് കത്തിക്കാം. മസാലയ്ക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. അടുപ്പ് കത്തിച്ചിട്ട് ഇത് വെളിച്ചെണ്ണയിലാണ് ഇത് കൂടുതലായിട്ടും. നമ്മൾ ഈ സാധാരണ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരുപാട് നെയ്യാണ്. ഇതിലധികം നെയ്യുടെ ഉപയോഗമില്ല. കുറച്ച് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ബാക്കി മസാലയൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം വെളിച്ചെണ്ണ.
വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മളൊരു അരക്കപ്പിലാണ് ഇതെല്ലാം മസാല മൊത്തം നമ്മൾ ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു 2 സവാള ഖനം കുറച്ച് നീളത്തിൽ, മൊത്തം 5 സവാളയാണ്. അതിൽ 3 എണ്ണം ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചാലും മതി. പിന്നെ 2 എണ്ണം ഖനം കുറഞ്ഞ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട്. ഇത് നമ്മൾ എണ്ണയിലിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വറുത്ത് കോരണം, കരികരിപ്പായി വറുത്ത് കോരണം. എണ്ണ ചെറുതായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 2 സവാള വറുക്കാനുള്ളത് ഇടാം. അപ്പോൾ ഇത്ര എണ്ണ മതി, കാര്യം സവാള ഒന്ന് ചുരുങ്ങും, അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മൂത്ത് കിട്ടും. അത് നമ്മൾ എണ്ണയിൽ നിന്നും കോരി മാറ്റും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എണ്ണയിലാണ് എല്ലാ കാര്യങ്ങളും വഴറ്റാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും സവാള ഒന്ന് ബ്രൗൺ ആക്കി ഒരു കരികരിപ്പായിട്ട് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഇപ്പോൾ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു. ഈ എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ സവാള വറുത്ത് മാറ്റി കഴിഞ്ഞു. ഈ സവാള നല്ല കരികരിപ്പായി വറുത്ത സവാള ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ മസാലയുടെ കൂടെ ചേർക്കും. ഒരു 1/4 ഭാഗം അവസാനം അലങ്കരിക്കാനും മാറ്റി വയ്ക്കും. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിലേക്ക് കയറാം. അപ്പോൾ ചൂടായി കിടക്കുന്ന ഇതേ എണ്ണയിലേക്ക് നമ്മൾ ഏതാണ്ട് ചതച്ച മസാലകൾ, ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു 12 വലിയ പച്ചമുളക് ചതച്ചത്, ഇത്രയും കാര്യങ്ങൾ ചേർക്കാം. ഇത് ആദ്യത്തെ സെറ്റ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ 3 കാര്യങ്ങളൊന്ന് വാടി ചെറുതായി നിറം മാറാൻ തുടങ്ങണം. ഒരു ചെറിയൊരു ബ്രൗൺ ആകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെറിയ ഉള്ളിയും പിന്നെ അതിനോടൊപ്പം സവാളയും. അപ്പോൾ ഈ ബിരിയാണിയിൽ നമ്മൾ സവാള മാത്രമല്ല ചേർക്കുന്നത്, കൊച്ചുള്ളിയും ചേർക്കും. കൊച്ചുള്ളി ഏതാണ്ട് ഒരു 10-15 കൊച്ചുള്ളി, ഏകദേശം ഒരു കപ്പോളം വരും നീളത്ത് കഴിഞ്ഞതും. സവാള ഇനി 3 സവാള ബാക്കിയുണ്ട്. 2 സവാള നമ്മൾ വറുത്ത് മാറ്റി. ടോട്ടൽ 5 സവാളയായിരുന്നു. 5 എണ്ണമാണ് മൊത്തം ഞാൻ പറഞ്ഞത്. അതിൽ ബാക്കി 3 എണ്ണം ഹാഫ് സ്ലൈസസ്, അതായത് ചന്ദ്രക്കലയുടെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ സ്ലൈസ് അല്ല, ഹാഫ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നിറമൊക്കെ മാറി ചെറുതായിട്ട് ബ്രൗൺ കളറാകാൻ തുടങ്ങുന്നു. ഇനി ഇതിൽ കൊച്ചുള്ളി ആദ്യം ചേർക്കാം. ചെറിയ ഉള്ളിയും അതോടൊപ്പം സവാള, നമ്മളുടെ 3 സവാള ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. എണ്ണ പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് മൂക്കട്ടെ. ഇനി സവാളയും ചെറിയ ഉള്ളിയൊക്കെ വാടി കുഴഞ്ഞ് വരുന്നൊരു പാകത്തിന് ആകണം. അതും നിറം മാറാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കും. ആ ഒരു പാകമാകട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ സവാളയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് പാകത്തിന് മൂത്ത് തുടങ്ങുന്നു. ഇങ്ങനെ കുഴഞ്ഞ് കളറ് മാറാൻ തുടങ്ങുന്ന ഒരു പാകം. ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച്, നമ്മളുടെ പ്രോൺസ്, ഇത് ഇപ്പോൾ കുറച്ച് നേരം ആയല്ലോ, മസാലയൊക്കെ പിടിച്ച് റെഡി ആയിരിക്കുവാണ്. അതിനകത്തേക്ക് ചേർക്കാം മസാലയോട് കൂടി. അപ്പോൾ വറുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ വറുത്ത് മാറ്റുകയാണ് മസാലയോട് കൂടി. അപ്പോൾ പിന്നെ ആ ഒരു വറുത്ത കൊഞ്ചായിരിക്കും ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. അപ്പോൾ മാറിനേഷൻ ഇല്ലാത്ത കാര്യം മല്ലിപ്പൊടിയായിരുന്നു, അതും ഇപ്പോൾ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ കൊഞ്ചിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരും, അതിൻ്റെ സ്റ്റോക്ക്. പിന്നെ ഇച്ചിരി ഗരം മസാല ഒരു ടീസ്പൂൺ വരെ ആകാം, 3/4 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. അപ്പോൾ കൊഞ്ചെല്ലാം ഇങ്ങനെ ചുരുങ്ങി റൗണ്ട് ഷേപ്പായിട്ട് മാറിക്കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരുപാട് വേഗം എന്നുള്ള കാര്യമല്ലല്ലോ. പിന്നെന്താ, ഇതിനോടൊപ്പം നമ്മളിനി ടൊമാറ്റോ, ഒരു 3 ടൊമാറ്റോ നീളത്തിനരിയാം, അതല്ലെങ്കിൽ ചതുര കഷ്ണമായാലും കുഴപ്പമില്ല. എന്തായാലും കുഴഞ്ഞ് വരുന്ന രീതിയിൽ അരിഞ്ഞെടുക്കുക. ടൊമാറ്റോയും ചേർക്കും.
ഇനി വേണമെങ്കിൽ ഇപ്പോഴേ തന്നെ കുറച്ച് പുതിന ഇല, കുറച്ച് മല്ലിയില, എല്ലാ കാര്യങ്ങളും ചേർത്ത് ഇനി ഒരല്പം വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വരെ ആയാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ കൊഞ്ചൊന്ന് വേകാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കൊഞ്ച് വെന്ത മസാലയൊക്കെ ഒന്ന് കുഴഞ്ഞ് വരുന്നൊരു പാകം. പിന്നെ പാത്രം ഒന്ന് അടച്ചിടാം. ഇപ്പം നമ്മളുടെ കൊഞ്ച് മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇപ്പം നല്ല കുഴമ്പ് പാകത്തിലായി. കൊഞ്ചൊക്കെ പാകത്തിന് വെന്തു. നമ്മളൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിപ്പോൾ ഏതാണ്ടൊക്കെ വറ്റി കുഴഞ്ഞ് ആ ഒരു പാകത്തിൽ ഒരു 1/4 കപ്പ് ഒഴിച്ചാലും മതിയാകും. കൊഞ്ചിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ വരും. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച്, ആദ്യം നമ്മൾ 2 സവാള വറുത്ത് വെച്ചു, വറുത്ത് കോരി ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കരികരിപ്പായിട്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗം മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു 1/4 ഭാഗം ഇതിനകത്തേക്ക് ഇടാം. ഇത് കൂടുതൽ സ്വാദ് നൽകും നമ്മുടെ ബിരിയാണിക്ക്. ഇത് അവസാനത്തെ അലങ്കാരത്തിനാണ് അതിനെ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ വറുത്ത സവാളയും ചേർത്തു. ഇപ്പോൾ ഏതാണ്ട് ഫൈനൽ സ്റ്റേജാണിത്. മസാലയുടെ തയ്യാറെടുപ്പാണ്. ഇനി നാരങ്ങ നീര് മാറ്റി, 2 നാരങ്ങയുടെ മാറ്റി വെച്ചിരുന്നു. ഏതാണ്ട് ഒരു 4 ടേബിൾ സ്പൂണോളം. 1 ടേബിൾ സ്പൂൺ നമ്മൾ മാരിനേഷൻ്റെ സമയത്ത് ചേർത്തു ചെമ്മീൻ. ഇനി ഇതിപ്പോൾ ചിലർക്ക് ഇത് ഇത്ര വേണമെന്ന് തോന്നില്ല. ചെമ്മീൻ ആയതുകൊണ്ട്, നമ്മളിപ്പോൾ കൊഞ്ചിലും ചെമ്മീനിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് നാരങ്ങ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല എന്നാണ് വിചാരിക്കേണ്ടത്. അപ്പം 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു. അപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇതിനകത്തേക്ക് ചേർന്ന് കഴിഞ്ഞു. കാര്യം മാരിനേഷൻ 1 ടേബിൾ സ്പൂൺ, പിന്നെ അതിന് 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഒഴിച്ചു. ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റാം. ഇതാണ് നമ്മുടെ ബിരിയാണിക്ക് വേണ്ട കൊഞ്ച് മസാല. ഇനി ഇതേ അടുപ്പിൽ നമ്മൾ മറ്റൊരു പാത്രം വയ്ക്കും. ഇതൊരു സൈഡിലിരിക്കട്ടെ. പാത്രം അടച്ച് വയ്ക്കാം. ഇനി ഈ പാത്രത്തിൽ അപ്പോൾ അളവ് നെയ്യിൽ നിന്ന് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇത് 3 കപ്പ് കൈമാരി. ഇത് അരമണിക്കൂർ സമയം വെള്ളത്തിൽ കുതിർത്ത് അരിപ്പയിൽ ഊറ്റി വെച്ചു. അപ്പോൾ അതിലെ വെള്ളമൊക്കെ പോയി ഡ്രൈ ആയിരിക്കുകയാണ്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് നെയ്യിൽ വറുക്കുന്നു. നെയ്യ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി. ഈ കൈമാരി എന്ന് പറഞ്ഞാലേ വെറുതെ കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേക മണവും രുചിയൊക്കെയാണ്. അപ്പം നെയ്യുടെ ഉപയോഗം തുടങ്ങുന്നേ ഉള്ളൂ. ഇതുവരെ നമ്മൾ നെയ്യ് ഉപയോഗിച്ചിട്ടില്ല. ഇത് കംപ്ലീറ്റ് മസാലയെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തത്. ഇനി നെയ്യിലൊന്ന് വറുക്കാം. ഒരു 5 മിനിറ്റ് സമയം ഒന്ന് വറുക്കുക. അങ്ങനെ 5 മിനിറ്റ് സമയം കഴിഞ്ഞു. 5 മിനിറ്റ് നമ്മളിങ്ങനെ നെയ്യിൽ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ 3 കപ്പ് കൈമാരി വെള്ളത്തിൽ കുതിർത്ത് അരമണിക്കൂർ കുതിർത്ത അരി ഊറ്റിയതാണ് വറുത്ത് കഴിഞ്ഞു. ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റാം. ഒരു ചെറിയ ഗ്ലേസിങ് ആയി കഴിഞ്ഞു. ഇനി എന്താ, ഇനി അതേ പാത്രത്തിൽ ഇത് മെഷർ ചെയ്ത വെള്ളമാണ്. ഇത് 6.5 കപ്പ് വെള്ളം അളന്നത്. അതിനോടൊപ്പം 1 കപ്പ് സ്റ്റോക്ക്. ഇത് ചെമ്മീൻ്റെ സത്താണ്. ചെമ്മീൻ്റെ തല മാത്രം എടുത്തിട്ട് നമ്മൾ ആ കൊഞ്ചിൻ്റെ തല എടുത്ത് 2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചു. 1 കപ്പായപ്പോൾ അത് ഊറ്റിയെടുത്തു. അതാണ്. അപ്പോൾ അതും കൂടി ചേർത്തപ്പോൾ ഇപ്പം നല്ലൊരു സ്റ്റോക്ക്. അപ്പോൾ ഇപ്പം എല്ലാം കൂടി 7.5 കപ്പ് വെള്ളമുണ്ട്. സ്റ്റോക്ക് 1 കപ്പ്, 6.5 കപ്പ് വെള്ളം. ഇനി നല്ലൊരു തിള വരട്ടെ. തിള വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അരി അതിനകത്തേക്കിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കും. അപ്പോൾ വെള്ളം നല്ല തിളച്ചു തുടങ്ങി. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരി കൈമാരി 3 കപ്പ്. അപ്പോൾ അരമണിക്കൂർ സമയം വെള്ളത്തിൽ കുതിർത്ത് ഊറ്റി വെച്ച അരിയാണ് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ഞാൻ ഒരു 5 മിനിറ്റ് സമയം വറുത്തത്. അപ്പോൾ വെള്ളം 6.5 കപ്പ് വെള്ളവും 1 കപ്പ് സ്റ്റോക്കും. കൊഞ്ചിൻ്റെ തല കൊണ്ടുണ്ടാക്കിയ സ്റ്റോക്കാണ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ സാജീരകം ഇട്ടിട്ടുണ്ട്. പാത്രം അടച്ച നല്ല ഒരു തിള നന്നായി ഒന്ന് തിള വന്നു കഴിയുമ്പോൾ തീ അല്പം കുറച്ച് കൊടുക്കാം. പിന്നെ ചെറിയ തീയിൽ കിടന്നൊന്ന് വേകണം. പാത്രം ഒന്ന് അടച്ചിടാം. ഇപ്പം നന്നായിട്ട് പാകത്തിന് നമ്മളുടെ ചോറെല്ലാം വെന്തിട്ടുണ്ട്.
കറക്റ്റ്. ഞാൻ ഇടയ്ക്ക് ഉപ്പ് ചേർത്തിരുന്നു, ഒരു 3/4 വേഗമായപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. പാകത്തിന് വെന്ത് റെഡി ആയിരിക്കുവാണ്. ഇനി നമ്മളിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ദമ്മിടാൻ പോകണം. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വേറൊരു പാത്രം ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം. ഇനി എന്താ വേണ്ടേ, അതിലേക്ക് ഈ ചോറിൽ നിന്നും പകുതി ഭാഗം ഇങ്ങനെ നിരത്തുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മസാല, കൊഞ്ച് മസാല, അതും ഇങ്ങനെ നിരത്തും. നല്ല മണം, ബിരിയാണിയുടെ മണം വന്നു തുടങ്ങി. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കുറച്ച് കൂടുതലിടാം, കുറച്ച് പുതിനയിലയും കൂടി ഇടാം. ഇനി ബാക്കിയിരിക്കുന്ന ചോറ് ഇനി ഏറ്റവും മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ നെയ്യ് നമ്മൾ ടോട്ടൽ എത്ര ചേർത്തു? 3 ടേബിൾ സ്പൂൺ. ആകെ 3 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് അലിഞ്ഞ് താഴേക്ക് പൊയ്ക്കോളും. ഇനി പാത്രം അടയ്ക്കാം, നന്നായിട്ടൊന്ന് അടയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ദം ചെയ്യാം. അപ്പോൾ ചെറിയ തീയിൽ ഒരു ദോശക്കല്ല്, നല്ല കട്ടിയുള്ള ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് പാത്രം വയ്ക്കും. ഒരു 10 മിനിറ്റ് സമയം, 10 മിനിറ്റ്സ്, 7 to 10 മിനിറ്റ്സ്. അപ്പോൾ ഇത് കറക്റ്റ് ദമ്മാകും. ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് സിങ്കായി വരും. അത് കഴിഞ്ഞാൽ നമ്മൾ തുറന്നിട്ട് ബിരിയാണി പൊട്ടിച്ച് പാത്രത്തിൽ വേണം. വേണമെങ്കിൽ മാവ് കൊണ്ട് ചുറ്റുമൊക്കെ ഒന്ന് കവർ ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇത് വളരെ സീൽ പ്രൂഫാണ് ഈ പാത്രം, അതുകൊണ്ട് തന്നെ നല്ല ദമ്മായിക്കോളും. അപ്പോൾ 10 മിനിറ്റ് ദം ഇട്ട് കഴിഞ്ഞു. ഞാൻ ഓഫ് ചെയ്തു, എന്നിട്ട് പാത്രം തുറന്നു. അപ്പോൾ ഒന്ന് കൂളാവാനായിട്ട് സമയം കൊടുത്തു. ഇനി നമ്മളൊരു സൈഡിൽ നിന്ന് ഇളക്കി തുടങ്ങും. അപ്പോൾ ബിരിയാണി, നമ്മുടെ കൊഞ്ച് ബിരിയാണി, പ്രോൺസ് ബിരിയാണി നമ്മളിങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇതിൻ്റെ മേളിൽ എന്താ വേണ്ടേ? കുറച്ച് വറുത്ത സവാള ബാക്കി വെച്ചിട്ടുണ്ട്, അത് വെച്ച് അലങ്കരിക്കും. ഇത് ഫുൾ ക്വാണ്ടിറ്റി ഈ പാത്രത്തിൽ കയറിയിട്ടില്ല, ഞാൻ കുറച്ച് ചെറിയൊരു പാത്രമാണ് എടുത്തത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 ഭാഗം ഇതിൽ കയറി, ഒരു 1/4 ഭാഗത്തോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഈ അളവിൽ നിന്നും ഏകദേശം 6 പേർക്ക് കഴിക്കാം. പിന്നെ 1 കപ്പ് റൈസും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം, കാര്യം മസാല അത്രയ്ക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10 പേർക്ക് വരെ, 8 മുതൽ 10 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ സാധിക്കും. ഇവിടെ നിന്നാൽ ഈ മുറി മുഴുവൻ ഇപ്പോൾ ഒരു ബിരിയാണിയുടെ മണമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ, ഈ ഒരു സമയത്ത് പുറത്തുനിന്ന് ആൾക്കാർ വരികയാണെങ്കിൽ ഈ ഒരു മണം അവർക്ക് അവിടുന്ന് കിട്ടി തുടങ്ങും. അത്രയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് ഈ ബിരിയാണിക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം തൊട്ട് അതേപോലെ എല്ലാ സ്റ്റെപ്പും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലൊരു ബിരിയാണി തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടം. കൊഞ്ച് ബിരിയാണി ചേരുവകൾ: കൊഞ്ച് 1 കിലോ കഴുകി വൃത്തിയാക്കിയെടുത്തത്, കൈമാരി 3 കപ്പ്, സവാള 5 എണ്ണം കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, ചെറിയ ഉള്ളി 15 എണ്ണം നീളത്തിലരിഞ്ഞത്, പച്ചമുളക് 12 വലുത് ചതച്ചത്, ഇഞ്ചി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ 3 വലുത് നീളത്തിലരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൊടി 1 ടീസ്പൂൺ, സാജീരകം 1 ടീസ്പൂൺ, നാരങ്ങ 2 വലിയ നാരങ്ങയുടെ നീര്, നെയ്യ് 3 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1/2 കപ്പ്, മല്ലിയില 1 കപ്പ്, പുതിനയില 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 6.5 കപ്പ്, സ്റ്റോക്ക് 1 കപ്പ്. ഇനി പാകം ചെയ്യുന്ന രീതി: കൊഞ്ചിൻ്റെ തല വൃത്തിയാക്കിയതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റി 1 കപ്പ് സ്റ്റോക്കാക്കി എടുക്കുക.
വൃത്തിയാക്കിയ കൊഞ്ചിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ പുരട്ടി അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യുക. കൈമ അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഊറ്റിവെക്കുക. ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ അരക്കപ്പ് വെളിച്ചെണ്ണ ചൂടാക്കി 2 സവാള അരിഞ്ഞത് കരികരിപ്പായി വറുത്ത് കോരുക. ഇതേ എണ്ണയിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റി നിറം മാറി തുടങ്ങുമ്പോൾ ബാക്കി 3 സവാള അരിഞ്ഞതും ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് വഴറ്റുക. സവാള മൂത്തു തുടങ്ങുമ്പോൾ മാരിനേറ്റ് ചെയ്ത കൊഞ്ച് ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കൊഞ്ച് പാകത്തിന് വെന്ത് വെള്ളം വറ്റി തുടങ്ങുമ്പോൾ ടൊമാറ്റോയും ചേർത്ത് വഴറ്റി ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഉപ്പ്, വറുത്ത സവാളയുടെ 1/4 ഭാഗവും ചേർത്ത് നാരങ്ങാ നീരും ചേർത്ത് കുഴഞ്ഞ പാകത്തിൽ അടുപ്പിൽ നിന്നും മാറ്റുക. മറ്റൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി ഊറ്റി വെച്ചിരിക്കുന്ന അരി 5 മിനിറ്റ് വറുത്ത് മാറ്റുക. ഇതേ പാത്രത്തിൽ 1 കപ്പ് സ്റ്റോക്കും 6.5 കപ്പ് വെള്ളവും ഒന്നിച്ചാക്കി തിളപ്പിക്കുക. തിള വന്ന ശേഷം വറുത്ത അരിയും ചേർത്ത് ചെറിയ തീയിൽ വേവിച്ച് വറ്റിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം വേവിച്ച ചോറിന്റെ പകുതി നിരത്തുക. മുകളിൽ കൊഞ്ചു മസാലയും മല്ലിയില, പുതിന എന്നിവയും നിരത്തി ബാക്കി ചോറും നിരത്തുക. ഏറ്റവും മുകളിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് തളിച്ച് പാത്രം അടച്ച് ദമ്മിൽ 10 മിനിറ്റ് ചെറിയ തീയിലിടുക. അവസാനമായി ദം പൊട്ടിച്ച് പാത്രം തുറന്ന് ബിരിയാണി ചെറുതായി ഒന്ന് ഇളക്കി വിളമ്പി മുകളിൽ മാറ്റിവെച്ചിരിക്കുന്ന വറുത്ത സവാളയും വിതറി അലങ്കരിച്ച് വിളമ്പുക. കൊഞ്ചു ബിരിയാണി റെഡി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കാമിലൂടെ കാണാം.